കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്ന് 9 കിലോമീറ്റർ ദൂരത്തിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയായി സ്വന്തമാക്കുവാൻ കഴിയുന്ന ഒരു ആർക്കിടെക്ചറൽ 3BHK ബാത്ത് അറ്റാച്ച് വീടിന്റെ വിശേഷങ്ങളാണ് ഇന്ന് വീഡിയോയിൽ പങ്കുവെക്കുന്നത്. എല്ലാ മനഃപ്രേക്ഷകർക്കും വണ്ടർഫുൾ പ്രോപ്പർട്ടീസിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം. ഈ വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് എറണാകുളം ജില്ലയിൽ കാക്കനാടിന് സമീപം കിഴക്കമ്പലത്തിന് തൊട്ടരികിലായിട്ടാണ്. വലിയൊരു വില്ല കമ്മ്യൂണിറ്റിയിൽ 4 സെന്റ് ഒറിജിനൽ ലാൻഡിൽ 1580 സ്ക്വയർ ഫീറ്റിൽ 3 ബാത്ത് അറ്റാച്ച് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും സഹിതമായിട്ടാണ് വീട് പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നത്. കിഴക്ക് ഭാഗത്തേക്ക് ദർശനം വരത്തക്ക രീതിയിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ വീട്ടിൽ ഒരു വലിയ കാറും ഒരു ചെറിയ കാറും സുഖമായി പാർക്ക് ചെയ്യുവാനുള്ള സൗകര്യം നമുക്ക് ലഭ്യമാണ്. കൂടാതെ വീടുകളിൽ ഗസ്റ്റുകളെല്ലാം വരുമ്പോൾ ഗസ്റ്റ് പാർക്കിങ്ങിന് വേണ്ടി ഒരു ഭാഗവും നമുക്ക് ഈ വീടിന് മുൻഭാഗത്തായി ലഭ്യവുമാണ്. ഈ വീട്ടിൽ കുടിവെള്ളത്തിനായി ഉപയോഗപ്പെടുത്തുവാനാവുക കിണർ വെള്ളവും കേരള വാട്ടർ അതോറിറ്റി പൈപ്പ് ലൈൻ കണക്ഷനുമാണ്. 2018ലെയും 19ലെയും പ്രളയം ബാധിക്കാത്ത ഒരു ഉയർന്ന പ്രദേശത്ത് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ വീട് കണ്ടുമടുത്ത കാഴ്ചാശീലങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി വളരെ മനോഹരമായിട്ടുള്ള ഒരു ട്രഡീഷണൽ ലുക്ക് തരുന്ന രീതിയിലാണ് പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നത്. ഇൻഫോ പാർക്ക് എംപ്ലോയികൾ തിങ്ങി താമസിക്കുന്ന ഒരു വില്ല കമ്മ്യൂണിറ്റിയിൽ തന്നെയാണ് ഈ വീട് പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നത്. വർഷത്തിൽ എല്ലാ ദിവസവും സുലഭമായി ജലം ലഭിക്കുന്ന ഒരു മനോഹരമായിട്ടുള്ള പ്രദേശത്താണ് വീട് പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നതും. വീട്ടിൽ നിന്ന് മെയിൻ റോഡ് ബസ് സ്റ്റോപ്പിലേക്ക് വെറും 300 മീറ്ററും സമറൈറ്റൺ ഹാർട്ട് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് 1.5 കിലോമീറ്ററും കിഴക്കമ്പലം ബസ് സ്റ്റാൻഡിലേക്ക് 2.5 കിലോമീറ്ററും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 9 കിലോമീറ്ററും ആലുവ ടൗണിലേക്ക് 10 കിലോമീറ്ററും ഇടപ്പള്ളി ലുലു മാളിലേക്ക് 13 കിലോമീറ്ററുമാണ് വഴിദൂരം വരുന്നത്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീടുകൾ അന്വേഷിച്ച് നടക്കുമ്പോൾ നേരിടുന്ന പ്രധാന പ്രശ്നം അത്തരത്തിലുള്ള വീടുകളെല്ലാം ബസ് സ്റ്റോപ്പിൽ നിന്നും ടൗണിൽ നിന്നുമെല്ലാം വളരെയധികം ദൂരത്തായിട്ടായിരിക്കും നിർമ്മിക്കപ്പെടുക എന്നുള്ളതാണ്. പക്ഷേ ഈ വീട് ബസ് സ്റ്റോപ്പിനും വളരെ അടുത്തൊക്കെ ആയിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതും മനോഹരമായിട്ടുള്ളൊരു വില്ല കമ്മ്യൂണിറ്റിയിൽ തന്നെയാണ്. ഈ വീടിനോട് തൊട്ടു ചേർന്നുള്ള വീട് വണ്ടർഫുൾ പ്രോപ്പർട്ടി മുഖാന്തരമാണ് ഇതിനോടകം വിറ്റു കഴിഞ്ഞിരിക്കുന്നതും. നമുക്കിനി വീടിൻ്റെ ഇൻറ്റീരിയർ വിശദാംശങ്ങളിലേക്ക് പ്രവേശിക്കാം. സിറ്റ് ഔട്ടിലായി വളരെ മനോഹരമായിട്ടുള്ള ടൈലുകൾ പാകിയ ഒരു ഭംഗിയാർന്നിട്ടുള്ള വരാന്തയെല്ലാമാണ് നമുക്ക് ലഭ്യമാക്കിയിരിക്കുന്നത്. പെട്ര സ്റ്റീലിൻ്റെ മുൻഭാഗത്തെ മെയിൻ ഡോർ തുറന്ന് നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ വിശാലമായിട്ടുള്ള ലിവിങ് ഏരിയ ഭാഗത്തേക്കാണ്. വ്യത്യസ്തമായിട്ടുള്ള ഈ ഇൻറ്റീരിയർ നിന്ന് നേരെ പ്രവേശിക്കുന്നതാകട്ടെ വീടിൻ്റെ വിശാലമായിട്ടുള്ള ഡൈനിങ് ഏരിയ ഭാഗത്തേക്കുമാണ്. വളരെ വ്യതിരിക്തമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഈ ഭാഗം അണിയിച്ചൊരുക്കപ്പെട്ടിരിക്കുന്നത്. വളരെ ഭംഗിയാർന്നിട്ടുള്ള ഫോർ സീലിംഗ് വർക്കുകളും വലിയൊരു ഷാൻലിയറും ഈ ഭാഗത്ത് നമുക്ക് കാണുവാൻ കഴിയും. സ്റ്റെയറിന് താഴ്ഭാഗത്തായി മനോഹരമായിട്ടുള്ള വാൾ ടൈലുകളോടെ ഒരു വാഷ് കൗണ്ടറും സെറ്റ് ചെയ്ത് നൽകിയിട്ടുണ്ട്. ഈ വീട്ടിലെ കിച്ചണിലേക്കാണ് നേരെ പ്രവേശിച്ചിരിക്കുന്നത്. കിഴക്ക് ഭാഗത്തേക്ക് തന്നെ തിരിഞ്ഞു നിന്ന് പാചകം ചെയ്യാനുള്ള സൗകര്യം നമുക്ക് ഈ കിച്ചണിൽ ലഭ്യമാണ്. ഇലക്ട്രിക് ചിമ്മിണിയും ഹോബും എല്ലാം ഈ ഭാഗത്ത് കാണാം. കിച്ചൺ ഡോർ തുറന്നാൽ നേരെ പ്രവേശിക്കുന്നത് നേരത്തെ കണ്ട ഒരു വർക്ക് ഏരിയ സ്പേസിലേക്കുമാണ്. ഇപ്പോൾ നേരെ പ്രവേശിക്കുന്നത് ഗ്രൗണ്ട് ഫ്ലോറിലെ വീട്ടിലെ ബെഡ്റൂമിലേക്കാണ്. അത്യാവശ്യം നീളവും വീതിയും നൽകി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ബെഡ്റൂമിൽ വലിയൊരു കബോർഡ് തന്നെ മൾട്ടിവുഡിൽ തീർത്ത് നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. വലിയൊരു ജനാലയും നമുക്ക് കാണുവാൻ കഴിയും. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് ഈ ബെഡ്റൂം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. സൊമാനി ബ്രാൻഡാണ് സാനിറ്ററി ഐറ്റംസ് ആയി ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത്. ഫസ്റ്റ് ഫ്ലോറിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെയറിൽ മനോഹരമായിട്ടുള്ള വുഡൻ പാറ്റേൺ ആണ് നിർമ്മിച്ചിരിക്കുന്നത്. സ്റ്റെയർ ലാൻഡിങ്ങിലായി വളരെ ഭംഗിയാർന്നിട്ടുള്ള ടൈലുകൾ തന്നെ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു. ഈ ഭാഗത്ത് നിന്ന് നമുക്ക് വീടിൻ്റെ പിൻഭാഗത്തുള്ള മനോഹരമായിട്ടുള്ള പ്രകൃതി ഭംഗി ആസ്വദിക്കുവാനുള്ള സൗകര്യവും ഒരു ഇരിപ്പിടവും എല്ലാം നൽകിയിട്ടുണ്ട്. സ്റ്റെയർ ലാൻഡിങ്ങിൻ്റെ ഭാഗത്തായിട്ടാണ് വീടിൻ്റെ യൂട്ടിലിറ്റി ഏരിയ വരുന്നത്. ഈ ഭാഗത്തായിട്ടാണ് നമുക്ക് വാഷിംഗ് മെഷീൻ വെക്കുവാനുള്ള സൗകര്യമെല്ലാം നൽകിയിരിക്കുന്നത്. വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലേക്കാണ് നേരെ പ്രവേശിച്ചിരിക്കുന്നത്. ബാൽക്കണിക്ക് പകരം വളരെ മനോഹരമായിട്ടൊരു ഗ്ലാസ് പാർട്ടീഷൻ നൽകിയ ഒരു ഇരിപ്പിടമെല്ലാം നമുക്ക് ഈ വിശാലമായിട്ടുള്ള ഹാളിൻ്റെ ഒരറ്റത്ത് നൽകിയിട്ടുണ്ട്. മറ്റേ അറ്റത്ത് ഒരു സ്റ്റഡി ഏരിയ യൂണിറ്റും നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ 1ാമത്തേതും വീട്ടിലെ 2ാമത്തേതുമായ ബെഡ്റൂമിലേക്കാണ്. അത്യാവശ്യം വിശാലമായിട്ടുള്ള ഈ ബെഡ്റൂമിലും വലിയൊരു വാർഡ്രോബ് തന്നെയാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ബാത്ത് അറ്റാച്ച്ഡ് ആയി തന്നെ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ ബെഡ്റൂമിൽ നിന്ന് നേരെ പ്രവേശിക്കുന്നത് വീട്ടിലെ അവസാനത്തേതും 3ാമത്തേതുമായ ബെഡ്റൂമിലേക്കാണ്.
മനോഹരമായി പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ ബെഡ്റൂമും ബാത്ത് അറ്റാച്ച്ഡ് ആയി തന്നെയാണ് സൗകര്യപ്പെടുത്തിയിരിക്കുന്നത്. 4 സെന്റിൽ വ്യത്യസ്തമായ പാറ്റേണോടുകൂടി പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ വീടിന് ഓണർ ആവശ്യപ്പെടുന്ന തുക 68 ലക്ഷം രൂപയാണ്. വില തീർച്ചയായിട്ടും നെഗോഷ്യബിളുമാണ്. ഈ വീട് സ്വന്തമാക്കുന്നതിന് വേണ്ടി ബാങ്ക് ലോണിൻ്റെ ആവശ്യകതയുണ്ടെങ്കിൽ 80% ബാങ്ക് ലോൺ സൗകര്യവും നമ്മൾ മുഖാന്തരം ഏർപ്പാടാക്കി നൽകുന്നതുമാണ്. ഈ വീട് നേരിൽ കാണുന്നതിനും ഓണറുമായി നേരിട്ട് സംസാരിച്ച് കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കുന്നതിനും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഞങ്ങളുമായി ബന്ധപ്പെടാവുന്നതാണ്. മറ്റൊരു വീഡിയോയുമായി ഉടൻ താങ്കളിലേക്ക് മടങ്ങിയെത്തും വരെ എല്ലാ മനഃപ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം.